friends, welcome to I Choose New World. അസ്സലാമലൈക്കും. ഇതെൻ്റെ പുതിയ ചാനലാണ് ഐ ചൂസ് ന്യൂ വേൾഡ്. ഇതിൻ്റെ മുന്നേ എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു, കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും, ഐ ചൂസ് കിച്ചൺ. 4000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെന്തോ എറർ പറ്റിയിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റണില്ല. ചിലപ്പോൾ അത് ശരിയാകുമായിരിക്കും. എന്തായാലും ഐ ചൂസ് കിച്ചണിലത്തെ വീഡിയോസ് വീണ്ടും ഐ ചൂസ് ന്യൂ വേൾഡിൽ ഇട്ടിട്ട് നിങ്ങളെ വെറുപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഐ ചൂസ് കിച്ചണിലത്തെ വീഡിയോസ് നിങ്ങൾ ഐ ചൂസ് കിച്ചണിൽ തന്നെ പോയിട്ട് കാണണം. ഐ ചൂസ് ന്യൂ വേൾഡിൽ പുതിയ വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഈ പുതിയ ചാനലിൽ വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ പേടിക്കണ്ട. ഒരു കാശ് ചെലവും ഇതിന് വരുന്നില്ല, നിങ്ങൾക്കൊരു നഷ്ടവും വരില്ല, ഫ്രീ ആണ്. അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാനൊരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. തുടക്കമായത് കൊണ്ട് തന്നെ ഞാൻ സ്വീറ്റായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. പാൽപ്പേടയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് 5 മിനിറ്റ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പേട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 2 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിത് പാൽപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പാല് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം പോവും. പാല് നന്നായി വറ്റിച്ച് കുറുക്കി എടുത്തിട്ട് വേണം പാൽപ്പേട ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കണമെങ്കിൽ അതുപോലെ പാൽപ്പൊടി ഇട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് പാലാണ്. ഞാനിത് ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ചൂടോട് കൂടിയിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കട്ടൊന്നുമില്ലാതെ ഈസി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് പാൽ എടുക്കുന്നതായിരിക്കും നല്ലത്. പാൽപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയാൽ നമുക്ക് പാൽപ്പേടയുടെ സെയിം ടേസ്റ്റ് കിട്ടില്ല എന്ന് ആരും വിചാരിക്കണ്ട. പാൽപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയാൽ നമുക്ക് പാൽപ്പേടയുടെ സെയിം ടേസ്റ്റ് തന്നെയാണ് കിട്ടുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് കട്ടൊന്നുമില്ലാതെ ഈസി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഏകദേശം കാണുമ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡിൻ്റെ നമ്മൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ തയ്യാറാക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് പാൽപ്പേട തയ്യാറാക്കാം. പാൽപ്പേട തയ്യാറാക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിരിക്കണം. ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പോയിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല, അപ്പോഴേക്കും അത് കരിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചതിന് ശേഷം തയ്യാറാക്കാൻ തുടങ്ങിയാൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും എടുത്തു വെച്ചതിന് ശേഷം മാത്രം പാൽപ്പേട തയ്യാറാക്കാൻ തുടങ്ങിയാൽ മതി. ഇനി നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായാൽ നമുക്ക് അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. നെയ്യ് മെൽറ്റായാൽ നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പാന് ചൂട് കൂടുതലാണെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ബാറ്റർ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പം നമ്മൾ പാലിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരുപാട് നേരം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. അത് വറ്റണ വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. ഇപ്പോൾ പാൽപ്പൊടിയിലായ കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. അര കപ്പ് പഞ്ചസാര പൊടിച്ചത് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യം വരില്ല. കാരണം നമ്മൾ പാൽപ്പൊടിയിലും ഓൾറെഡി മധുരം ഉണ്ടാവും. പിന്നെ ഒരുപാട് മധുരമായാൽ നമുക്ക് കഴിക്കാനും പറ്റില്ല. അപ്പം 1 കപ്പ് പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 2 കപ്പ് പാൽപ്പൊടിക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. സൈഡിൽ നിന്നൊക്കെ ഇളക്കി കൊടുത്തോളൂ, ഇല്ലെങ്കിൽ സൈഡൊക്കെ കരിഞ്ഞു പോവും. ഇപ്പോൾ പഞ്ചസാര നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇത് കൈ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതിൻ്റെ ഇടയിൽ വേറെ പണിക്കൊന്നും പോകാൻ പറ്റില്ല. ഇപ്പം ഇത് പാകത്തിനുള്ള വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ ചൂടൊന്ന് വിട്ടതിന് ശേഷം നമുക്ക് പാൽപ്പേടയുടെ ഷേപ്പാക്കി എടുക്കാം. ഒരുപാട് തണുക്കാൻ കാത്തു നിൽക്കണ്ട. ചെറിയ ചൂടോട് കൂടി വേണം ഷേപ്പാക്കി എടുക്കാനായിട്ട്. ഇത് ഇരിക്കും തോറും കട്ടിയായിട്ട് വരും. അപ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ചൂടോട് കൂടി തന്നെ നമുക്കിത് ഷേപ്പാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ 2 കൈയിലും കുറച്ച് നെയ്യ് പുരട്ടിയെടുക്കാം. എന്നിട്ടിത് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഉരുളകളാക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. ചില ഗ്ലാസ്സുകളുടെയും ബൗളുകളുടെ ഒക്കെ ബാക്കിൽ ഓരോ ഡിസൈൻസ് ഉണ്ടാവും. അതൊക്കെ വേണമെങ്കിൽ നമുക്കിതിൽ ആക്കിയെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഗ്ലാസ്സിലൊക്കെ ഓരോ ഡിസൈൻസ് ഉണ്ടാവും. ആ ഡിസൈനൊക്കെ ഇതിൽ വെച്ചിട്ട് അമർത്തിയാൽ നമുക്ക് ഈ പാൽപ്പേടയിലാക്കി എടുക്കാൻ പറ്റും. ഇതുപോലത്തെ ബൗളിലും ഒക്കെ ഉണ്ടാവില്ലേ ഓരോ ഡിസൈൻസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈൻ വേണമെങ്കിലും ആക്കിയെടുക്കാം. പക്ഷെ ഞാൻ ചെയ്യണത് ടൂത്ത് പിക്ക് വെച്ചിട്ടാണ്. ടൂത്ത് പിക്ക് വെച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈൻ വേണമെങ്കിലും നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കാം. അപ്പോൾ ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ട് ചെയ്യണത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് പാൽപ്പേടയ്ക്ക് എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുത്തിട്ട് ഷേപ്പ് ചെയ്യാം. ഞാനിപ്പോൾ റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെയാണ് ഞാൻ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം.
ഇപ്പോൾ എല്ലാ പാൽപ്പേടയും ഞാൻ അതുപോലെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽപ്പേടയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ഇരിക്കും തോറാണ് നമുക്ക് കുറച്ചും കൂടി കട്ടിയായിട്ട് കിട്ടുക. ഇപ്പോൾ ഞാൻ അത് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്ന പാൽപ്പേടയാണ്, കുറച്ച് കട്ടിയായി കിട്ടിയിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ വെച്ചിട്ടുള്ള പാൽപ്പേടയാണ് ഇത്. കുറച്ചും കൂടി വെച്ചാൽ ഇതിനേക്കാൾ കുറച്ചും കൂടി കട്ടിയായിട്ട് കിട്ടും. ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. കണ്ടില്ലേ, ഇതുപോലെ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് കാണാം. Please subscribe, comment, like and share.